കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് 2023 ED ഒരു നോട്ടീസ് കൊടുത്തിരുന്നു. 2023 ഫെബ്രുവരി 14 രാവിലെ 10:00 EDയുടെ എറണാകുളത്തെ ഓഫീസിൽ ഹാജരാകാനായിരുന്നു നോട്ടീസ്. പക്ഷേ ഹാജരായില്ല. ഇന്ന് വരെ EDയുടെ മുമ്പിൽ ഹാജരായില്ല. ആ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M. ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനും വിളിച്ചത്. മുഖ്യമന്ത്രി മകൻ ഹാജരായില്ല. ആ സമയത്ത് ശിവശങ്കറിനെ ചോദ്യം ചെയ്തു 3 ദിവസം. അതിനുശേഷം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും കണ്ടു. അയാൾ വളരെ നാൾ റിമാൻഡിൽ കിടന്നു. അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങി. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് അദ്ദേഹം ജോലി ചെയ്യുന്നത് ദുബായിലാണ്. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ എന്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിയില്ല നമുക്ക്. പക്ഷേ ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇഷ്യൂ ചെയ്ത സമൻസ് KCZO 2023 769 നമ്പർ സമൻസാണ് അയച്ചത്. പക്ഷേ ഹാജരായില്ല. അത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവകുപ്പ് 50(2)(3) ഉപവകുപ്പ് പ്രകാരമായിരുന്നു ആ നോട്ടീസ്. പക്ഷേ ഹാജരായില്ല. എങ്ങനെയോ സ്വാധീനം ഉപയോഗിച്ചായിരിക്കാം അതിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ ഹാജരാകാൻ കഴിയാതെ വന്നത്, അല്ലെങ്കിൽ ഹാജരാകാതിരുന്നത്. അബുദാബിയിലെ ജോലി ചെയ്യുന്ന വിവേക് കിരണിൻ്റെ വിവരങ്ങൾ UAE അധികൃതരിൽ നിന്ന് ED ശേഖരിച്ചിരുന്നു. അവിടെ എന്താണ് പുള്ളിയുടെ പ്രവർത്തനം, പുള്ളി ഏത് മേഖലയിലാണ് അവിടെ ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ED അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നു. നമുക്കറിയാം ആ സമയത്ത് ഇവിടെ UAE കോൺസുലേറ്റ് മുഖേന സ്വർണം കടത്തി എന്നുള്ള ആരോപണം. അത് കടത്തി വന്നത് കോൺസുലേറ്റിലെ കുറേ സ്വർണം ട്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ച് പിടിക്കുകയും ചെയ്തു. ആ പിടിച്ചതിന് തൊട്ട് മുമ്പ് 10-20 പ്രാവശ്യത്തോളം സ്വർണം കടത്തി എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസൻറ്റ് UAE കോൺസുലേറ്റ് മുഖേന ആണ് സംസ്ഥാനത്തേക്ക് ഈ കള്ളപ്പണം അല്ലെങ്കിൽ സ്വർണം ഒഴുക്കിയത്. അവിടുത്തെ സന്നദ്ധ സംഘടന റെഡ് ക്രസൻറ്റ് ആണ്. അതേസമയം ഇവിടെ അതിന് സമാനമായ രീതിയിൽ യൂണിടാക്ക് എന്ന് സന്തോഷ് ഈപ്പൻ്റെ ഒരു സംഘടന വഴി 4,40,00,000 രൂപ വന്നതായി ED കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു EDയുടെ നീക്കം അതിശക്തമായിരുന്നു അന്നത്തെ കാലത്ത്. ആ നടപടികൾ ഇപ്പോഴും മുന്നോട്ട് പോവുകയാണ്. ED ശിവശങ്കറിനെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു, സന്തോഷ് ഈപ്പനെ അറസ്റ്റ് ചെയ്തു, സന്ദീപ് നായരെ അറസ്റ്റ് ചെയ്തു. ലൈഫ് മിഷനിലെ ക്രമക്കേടുകളും കണ്ടെത്തി. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും അതുപോലെ തന്നെ തൻ്റെ പേരിൽ എത്ര സ്വത്തുക്കളുണ്ടെന്നും കുടുംബാംഗങ്ങൾ എത്ര പേരുടെ സ്വത്തുക്കളുണ്ടെന്നുമുള്ള വിവരങ്ങൾ ഹാജരാക്കാനായിരുന്നു മുഖ്യമന്ത്രി മകൻ്റെ അടുത്ത് EDയുടെ നിർദ്ദേശം. ആ സമൻസ് സമയത്ത് ഇത്രയും കാര്യങ്ങളുടെ കൊണ്ടുവരണം എന്നാണ് പറഞ്ഞിരുന്നത്. ഏതായാലും വിവേക് കിരൺ എൻഫോഴ്സ്മെൻറ്റിൽ ഹാജരായുമില്ല. ആ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്പം പതുങ്ങിയാണെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി അടുത്ത കാലത്ത് കേന്ദ്ര ഗവൺമെൻറ്റിൽ 1.5 മാസം ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സന്ദർശിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചിരുന്നു. പക്ഷേ കൊടുത്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത്ര ദീർഘമായ പല ഗൾഫ് രാജ്യങ്ങളിലെ പല രാജ്യങ്ങൾ സന്ദർശിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് മകൻ്റെ അടുത്ത് പോകാൻ തന്നെയാണ് എന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോഴ് ഈ വിവരം പുറത്തേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇത്രയും ദിവസം 2023
എൻഫോഴ്സ്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ മകന് കൊടുത്ത സമൻസ് ഇപ്പോൾ എന്തുകൊണ്ട് പുറത്തേക്ക് വന്നു, അതിൻ്റെ പ്രാധാന്യം എന്ത് എന്നാലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം മുഖ്യമന്ത്രി അടുത്ത ദിവസം ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടു. അതുപോലെ തന്നെ ജയശങ്കറെ കാണാനായിട്ട് ശ്രമിച്ച് നടന്നില്ല എന്ന് പറയുന്നു. അടുത്ത മാസം 15-ാം തീയതി അല്ലെങ്കിൽ ഈ മാസം 15-ാം തീയതി അടുത്ത മാസം അടുത്ത മാസം നവംബർ 19-ാം തീയതി ഉൾപ്പെടെ ഒരു 10, 20, 25 ദിവസം ഗൾഫ് തുടങ്ങിയ രാജ്യങ്ങളിൽ സന്ദർശനത്തിന് പോകണം. അതിന് അനുവാദം ചോദിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അനുവാദം കൊടുത്തുമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഇത്ര ദീർഘമായ ഒരു സന്ദർശനത്തിന് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും UAE-യിലെ ഒരു സന്നദ്ധ സംഘടന റെഡ് ക്രസൻറ്റ് അവിഹിതമായ പല ഇടപാടുകളും നടത്തി UAE കോൺസുലേറ്റിൽ സ്വർണം വന്നു എന്നൊക്കെ അറിയാം. അങ്ങനെ വലിയ UAE കോൺസുലേറ്റിലെ തന്നെ അവിടുത്തെ ഒരു ഭരണാധികാരി ഇന്ത്യയിൽ വിസിറ്റ് വന്നപ്പം ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതി സന്ദർശിച്ചു പോയി എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ അവർ നേരത്തെ നിശ്ചയിച്ച പരിപാടികളിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അവരുടെ അനുമതി വേണം. അതില്ലാതെ ക്ലിഫ് ഹൗസ് വഴി പോയെന്നുള്ള ആരോപണവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ആ EDയുടെ കേസിൻ്റെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ്. അത് അന്വേഷണം പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചു എന്നുള്ള കാര്യം ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും മകൻ ഹാജരാകേണ്ടി വരും. കേസിൻ്റെ അന്വേഷണം ഇഡിക്ക് കംപ്ലീറ്റ് ചെയ്യണം. രാജ്യത്തേക്ക് പണം കടത്തിയ പെമ നിയമം അനുസരിച്ച് പല ഇറഗുലറായ പല കാര്യങ്ങളും ചെയ്തു എന്നും അത് ക്രമവിരുദ്ധമായ പല നടപടികളും നടത്തി പണം ഒഴുകിയെന്നും കൂടെയാണ് 4,40,00,000 രൂപ ഇവിടേക്ക് വന്നെന്നും സ്വർണ്ണക്കടത്തിൻ്റെ ഒരു കൺസൈൻമെൻറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിൽ പിടിക്കുകയും ചെയ്തു. ഇതെല്ലാം അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. EDയുടെ കേസ് ഡയറി ലൈനത്ത് നിൽക്കുകയാണ്. കസ്റ്റംസിന് അതിന് പ്രത്യേക കേസുകൾ എടുത്തിട്ടുണ്ട്. എന്തായാലും അതിനൊരു പര്യവസാനം വരുമ്പോൾ ഇവരെയൊക്കെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. ചോദ്യം ചെയ്തിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി അത് പര്യവസാനിപ്പിക്കണം. EDക്ക് കസ്റ്റംസിനും കേസുണ്ട് സമാനമായ രീതിയിൽ. അതിനകത്ത് പണം ഒഴുകിയ ഭാഗത്തേക്കുള്ള സംരക്ഷണം ഒരു അന്വേഷണം നീളുന്നത് കൊണ്ടാണ് ഈ യൂണിടാക് മുഖേന സന്തോഷ് ഈപ്പൻ കൊണ്ടുവന്ന പണം എങ്ങോട്ട് പോയി, 10-20 കൺസൈൻമെൻറ്റ് വന്ന സ്വർണം എങ്ങോട്ട് പോയി, ആ സ്വർണം വാങ്ങിച്ച പല ആൾക്കാരെയും ED നേരത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൺസോളിഡേറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് അതിന് തയ്യാറാക്കിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ED മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതിനകത്ത് കള്ളപ്പണം ഫെമ നിയമം 50(2)(3) ഉപവകുപ്പ് പ്രകാരം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉദ്യോഗസ്ഥരായാലും ശരി, മുഖ്യമന്ത്രിയുടെ മക്കളായാലും ശരി, അവരെയെല്ലാം ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യം EDക്ക് അനിവാര്യമാണ്. ആ ഫയലുകളെല്ലാം തീർപ്പ് കൽപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു.